പാലക്കാട് കൊല്ലങ്കോട് കാണാൻ പറ്റുന്ന 9 സ്ഥലങ്ങൾ ഒരു ദിവസം കൊണ്ട് കണ്ടാലോ? കാലവർഷം തുടങ്ങുന്നതിന് തൊട്ടു മുന്നിലത്തെ ദിവസമാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊല്ലങ്കോടിലേക്ക് SRTC ബസ്സിലാണ് പോയത്. കൊല്ലങ്കോട് ടൗണിലിറങ്ങി ഒരു വണ്ടി ഞങ്ങൾ റെന്റിനെടുത്തിരുന്നു. ഇന്ത്യയിലെ 10 സുന്ദര ഗ്രാമങ്ങളിൽ ഇടം പിടിച്ച കൊല്ലങ്കോട്ടേക്കാണ് നമ്മുടെ യാത്ര. സ്പോട്ട് നമ്പർ 1 വെള്ളരിമേട്. മുന്നോട്ട് നടക്കുമ്പോൾ ആദ്യം ഒരു ഹോം സ്റ്റേ കാണാം. തൊട്ടു മുന്നിൽ ഒരു ബോർഡും വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. കുറേ ദൂരം മുകളിലോട്ട് നടന്നാൽ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. സ്പോട്ട് നമ്പർ 2 സീതാർകുണ്ട് വെള്ളച്ചാട്ടം. എന്താ? ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. അതിമനോഹരമായ നെല്ലിയാമ്പതിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഒരു വ്യൂ പോയിന്റ് കൂടിയാണിത്. ഫിഷ് മസാജൊക്കെ വേണമെങ്കിൽ ദാ ഇവിടെ അങ്ങോട്ട് ഇരുന്നാൽ മതി. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. സ്പോട്ട് നമ്പർ 3 അയ്യപ്പൻ ചേട്ടൻ്റെ കട. ഹൃദയം സിനിമയിലൂടെ ഫേമസ് ആയ അയ്യപ്പേട്ടൻ്റെ കടയിലേക്കായിരുന്നു അടുത്ത യാത്ര. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. അടിപൊളി ഫുഡ് തന്നെയാണ് കിട്ടിയത്. ഈ അച്ചാറ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെറി കൊണ്ടുണ്ടാക്കിയ ഒരു അച്ചാറാണെന്നാണ് പറഞ്ഞ് 50 രൂപയ്ക്ക് വേർത്തായിരുന്നു. യാത്രക്കിടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയ 2 സ്ഥലങ്ങളാണ് പെരുങ്ങോട്ടുശ്ശേരി കളവും താമരപ്പാടവും. സ്പോട്ട് നമ്പർ 6 ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം. നിരവധി സിനിമകളിൽ ഇടം പിടിച്ച പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. സ്പോട്ട് നമ്പർ 7 കുടിലിടം. പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ പറഞ്ഞ ദേ ഇതാണ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരിടം. ഇനി നമുക്കൊരു ചായ കുടിച്ചാലോ? സ്പോട്ട് നമ്പർ 8 ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. നമ്മുടെ യാത്ര അവസാനത്തെ ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ്. സ്പോട്ട് നമ്പർ 9 മുതലമട റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് 10 രൂപയായിരുന്നു. പക്ഷേ അവിടെ കണ്ട കാഴ്ചകൾ അതിനേക്കാൾ മുകളിലായിരുന്നു. മനസ്സിന് സമാധാനം കിട്ടുന്ന, പ്രകൃതിയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ ഞങ്ങളുടെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.